ഹലോ, ഞാൻ രാത്രി വിളിച്ചായിരുന്നല്ലോ. അന്നേരം ഞാനിവിടെ ഇവിടെ വേറെ പരിപാടിയിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് പിന്നെ അങ്ങനല്ലേ ചില നമ്മളാരെങ്കിലും വിളിച്ചാലില്ലേ പിന്നെ ഉള്ള കാര്യം പറയണം. നമുക്ക് ആരെയും വിളിക്കാനൊന്നും പറ്റില്ല. നമ്മൾ ആരെങ്കിലും വിളിക്കുവാണെന്ന് തടയുണ്ടാക്കിക്കളെ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് സത്യത്തില്. ഈ നമ്മള് ഇപ്പോഴാ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് നമ്മളോട് ചെയ്തതൊക്കെ ഈ നമ്മുടെ വീട്ടുകാരെന്ന് പറയുന്നത് എന്ത് ചെയ്തത് സത്യത്തില്. ഡൽഹിയിലാണ്. അവിടെ ആ ഫ്ലാറ്റിൽ നിന്ന് മാറി വേറെ കാര്യം എവിടെ പോയാലും സെയിം കാര്യങ്ങളാണ് നടക്കുന്നത്. നമ്മുടെ മണ്ടയ്ക്കോട്ട് ഉള്ള പുകയെല്ലാം കഴിക്കാതെ നിന്റെ വീട്ടില് നമ്മളുടെ കേരളത്തിലുള്ളവരാണ്. നമ്മുടെ എല്ലാ വീടുകളിൽ നല്ല ഒന്നാമത് അടുപ്പ് കൂട്ടുന്ന ചിമ്മനിയുള്ള വീടുകളാണല്ലോ. നിനക്ക് അറിയാലോ. ചിമ്മനി നമ്മള് പോയി ചിമ്മനിയുടെ ഇപ്പുറത്ത് നിന്നാൽ നമ്മുടെ മുകളിലോട്ട് പുകയടിക്കുമോ? നീ പറഞ്ഞു നിനക്ക് യാത്ര കൊണ്ടുപോകുമോ? ഞാൻ എന്റെ സ്ത്രീയെ നിന്നോട് സത്യമായ കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മളെ എന്താ പുക നമ്മുടെ മുഖത്തോട്ട് അടിച്ചിയുള്ള കാർബൺ ഡയോക്സൈഡ് നമ്മുടെ മൂക്കിനകത്തോട്ട് അടിച്ചാൽ നമുക്ക് എന്തായിരിക്കും നമ്മുടെ സ്ഥിതി? നീ എങ്ങനെയായിരിക്കും? നമ്മൾ ശ്വാസം മുട്ടി ചാവുന്നില്ലയോ? അതിനൊക്കെ ഉള്ള ശ്രമങ്ങൾ ഈ ബിജുന്ന് പറഞ്ഞ കെട്ടിയുണ്ടല്ലോ. എന്റെ കെട്ടിയ ശരിപതി അവൻ നിന്നോട് പറയാനാണെങ്കിൽ അവന്റെ പ്ലാൻ എന്ന് പറയുന്നത് വെച്ചാൽ അവനും ഈ ശ്രീദേവന്റെ അനിയത്തി എന്ന് പറയുന്ന പട്ടിയുണ്ടല്ലോ അതും കൂടെ കെട്ടാനായിരുന്നു. എന്നിട്ട് എന്നെ എങ്ങനെ ഈ പക വരുത്തണം എന്നുള്ളതായിരുന്നു കേട്ടോ ആഗ്രഹം അവന്റെ. എന്നിട്ട് അവൻ എന്നോട് പറയുമായിരുന്നു നിന്നോട് നിന്റെ ഇങ്ങനെ നമുക്ക് ഇപ്പൊ പിള്ളേരുണ്ടായാലേ എന്തുവാ ഇങ്ങനൊന്നും നടക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പൊ നമ്മളൊന്നും നിനക്ക് ഞാൻ എത്ര പൊട്ടിയായിരുന്നു നിനക്കറിയാമായിരുന്നല്ലോ. അറിയത്തില്ലയോ? നമുക്ക് ഇങ്ങനത്തെ കള്ളത്തരങ്ങൾ ഒന്നും ഇല്ലാതെ നിനക്ക് അറിയത്തില്ലേ? അപ്പൊ നമ്മൾ വിചാരിക്കും ശരിയാ. പക്ഷെ ഇവൻ എന്നും 10ാമത്തെ ദിവസം മുതൽ ഉപദേശിക്കാൻ തുടങ്ങി വരും കേട്ടോ. 10ാമത്തെ ദിവസം മുതൽ ഇങ്ങനെ അടി തുടങ്ങിയതാ നമ്മളോട്. എന്നിട്ട് ഇവരാണെങ്കിൽ അപ്പൊ ഇവ പറയും നമുക്ക് ഇങ്ങനെ നടന്നാൽ മതി. ഇപ്പോഴേക്കും പിള്ളേർ വേണ്ട അമ്മായിടാൻ പറ്റും. അപ്പൊ നമ്മൾ അന്ന് വിചാരിച്ചു അടിക്കുന്നൊക്കെ വിചാരിച്ചു കേട്ടോ. നമുക്കൊന്നും അറിയത്തില്ല. അന്നേരം അതെല്ലാം കഴിഞ്ഞിട്ട് ഈ എന്താ പറയുന്നത് 2004 ആ സമയത്ത് ഞാൻ പ്രഗ്നന്റ്. ഇല്ല ജോലിക്കൊന്നും പോകാൻ തുടങ്ങിയില്ല. നമ്മൾക്ക് എങ്ങോട്ട് പോകാൻ പറ്റില്ല. പോയ ഉടനെ കളകൾ നമ്മൾ ആരുടെ കൂടെ പോയെന്നാ. നിന്നോട് പറയണമെങ്കിൽ ഇവിടെ നടക്കുന്ന നീ നമ്മൾ പെണ്ണുങ്ങൾ ശരിക്കും സൂക്ഷിക്കണം. എന്തുവാ ഞാനിവിടെ ഈ 102 താമസിക്കുന്നത്. 102 എന്ന് പറയുന്ന ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. പക്ഷെ ഭയങ്കര ക്രാമകളാണ്. നമ്മൾ വേറെ കണ്ടൊക്കെയാണ് താമസിക്കുന്നത്. അതുപോലെ നിനക്കറിയാം നമ്മൾ ഏതെങ്കിലും ഫ്ലാറ്റിൽ താമസിക്കാൻ നമുക്ക് റസീറ്റ് വരുന്നില്ല. നീ വേണം നമ്മൾ പൈസ കൊടുത്തുകൊണ്ട് വാടക പിന്നീട് താമസിക്കുന്നത് പോലെയുള്ള തരുന്നത് ആണോ അയ്യോ? നമ്മൾ ആദ്യം ആ മറ്റേ താമസിച്ചില്ല സുഖാപ്രസിഡന്റ് അവിടെ താമസിച്ചത്. അങ്ങനെ ക്യാഷായിട്ട് വേണം. എന്നിട്ട് അങ്ങനെ വെറുതെ ഫുഡ് പോയപ്പോൾ അതിനകത്ത് 107 മാത്രമേ ക്യാഷായിട്ട് കൊടുക്കുന്നതിനാന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈൻ പേയ്മെന്റ് നടത്തുവാണെങ്കിൽ അത് തെളിവാണല്ലോ. ഇന്നത്തെ ഓൺലൈൻ പേയ്മെന്റ് നമ്മൾ നടത്തുന്നുള്ളൂ. അപ്പൊ നമ്മൾ എവിടെ പോയാലും ഇവന്മാർ ഇങ്ങനെ പറയുക ഓൺലൈൻ പേയ്മെന്റ് ചെയ്യാം. ഓൺലൈൻ പേയ്മെന്റ് അല്ലാതെ ഓൺലൈൻ പേയ്മെന്റ് ചെയ്യാൻ പറ്റില്ല. ഓൺലി ക്യാഷ് കൊടുക്കാവും. ക്യാഷ് കൊടുത്താൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള റെസീറ്റ് വേണം. അല്ലെങ്കിൽ ക്യാഷ് കൊടുത്താൽ നമുക്ക് തെളിവൊന്നുമില്ലല്ലോ. അങ്ങനെയൊക്കെ വലിയ നമ്മൾ വേറെ ഇങ്ങോട്ടൊക്കെയാണ് താമസിക്കുന്നത്. വേറെ അതിന് കേരളത്തിലാണ് താമസിക്കുന്നത് ഉണ്ടാക്കുന്നത്. എന്റെ തീയ നമുക്കാണെങ്കിൽ ഞാൻ നിനക്കറിയാലോ നല്ലവരെ എന്തെങ്കിലും കടിച്ചു വണ്ടിച്ചുള്ള ചെയ്തിട്ടുണ്ടോ? നമ്മൾ സ്നേഹിച്ചിട്ടുണ്ട്. ശരിയാ, സ്നേഹിച്ചതെന്ന് നമ്മളെ കണ്ടിട്ടുള്ളൂ. ആണോ അല്ലയോടാ? നമ്മൾ സ്നേഹിച്ച് കണ്ടവരെ നാട്ടിൽ വന്നിട്ട് പോയിട്ടുണ്ടോ? നിനക്കറിയാമല്ലോ. അല്ല എന്റെ അമ്മയെന്ന് പറയുന്നത് മുത് കളിയാടാ. എനിക്കിപ്പം നമുക്ക് ആരെയും വിളിക്കാൻ വേണ്ടി കഴിയില്ല.
നിങ്ങൾ ആരൊക്കെ എന്നെ പറയും നിന്നോട് പറയുകയാണെങ്കിൽ എന്നോട് എന്നെ ഭ്രാന്താശുപത്രി വരെ കൊണ്ടിട്ട് നിനക്ക് അറിയാമോ പിന്നെ ഞാൻ അനുഭവിച്ചതിന് അവനെ ശരിക്കുണ്ടല്ലോ ഇതിന് 100 ജന്മം ഇനിയും ജനിച്ച് മരിച്ചാലുണ്ട് അവന്റെ പാവം ചെയ്യത്തില്ല പല്ലപ്പറ്റില് അവൻ വിചാരിച്ച അവന് ഇവിടെ നിന്നിട്ട് ഞാൻ നിങ്ങളോട് പറയണമെങ്കിൽ ഇവര് നിങ്ങൾ കല്യാണം കഴിച്ചല്ലോ ഈ പീരെന്ന് പറയുന്നത് കല്യാണം കഴിച്ചിട്ട് എന്നെ കല്യാണം കഴിച്ചത് എന്നിട്ട് വിചാരം വെച്ചിട്ട് എന്നെ എങ്ങനെയെങ്കിലും കട്ടിയിട്ട് പതിയെ കൊണ്ടല്ലോ ആക്ടിങ് കൊടുക്കുന്നുണ്ട് അവൾ അതിന്റെ വലിയ ആളാ ഇതൊക്കെ തീരുമാനമൊക്കെയാണ് പറയുന്നത് എന്താണെന്നും കാര്യത്തിൽ ഇവിടെ ഇന്ന് വരെ ഇവിടെ കഴിച്ചതൊന്നും ഞാൻ കണ്ടിട്ടില്ല മുമ്പ് കണ്ടിട്ട് ജോലി ഉണ്ടല്ലോ കൂടത്തായി അവരുടെ കഴിച്ച് ഉപയോഗമുണ്ട് കൂടോത്രം എല്ലാം ഉണ്ട് ഇവിടെ കയ്യിൽ എനിക്ക് തന്നത് എനിക്കറിയാം കൂടോത്രം തന്നത് ഇവിടെ അന്ന് നാഗർകോവിൽ ഒരിക്കൽ ഇവിടെ ഭർത്താവ് വേണം മുരളി അവരെ ഭാഗമായിരുന്നു അങ്ങനെയാണ് കളിച്ചത് അവരെ കൊണ്ട് നാഗർകോവിൽ എടുത്ത് പോയിട്ട് ഇവിടെ 4-5 കഴിച്ചതല്ലോ കഴിച്ച് മുഖം ചെത്തി കഴിച്ച് പിന്നെ കുറെ വെറ്റിലൊക്കെ അങ്ങനെ പൊതിച്ച് എല്ലാം കുത്തിക്കെട്ടിയ സാധനം പിന്നെ കുറെ പഴയ കടലിപ്പാടെല്ലാം ജനിച്ചുകൊണ്ട് നമുക്ക് കൊണ്ടുവന്ന് തന്നു എന്നിട്ട് ഞാനും എന്റെ കൊച്ചു തിന്നണമെന്നായിരുന്നു കേട്ടോ ഇത് നമ്മളെ നമുക്കതൊന്നും അറിയത്തില്ലല്ലോ പിന്നെ നമുക്ക് ഒന്നാമത് നമ്മുടെ അച്ഛന്റെ വീട്ടുകാരൊക്കെ ഏതൊരു പറ്റായിരുന്നു അപ്പൊ അവിടെ വീടുകാരൊക്കെ ശത്രുദോഷത്തിനാണ് എന്നാ പറയുന്നത് കേട്ടോ നമ്മളിങ്ങനെ ഒന്നും പോയി നമുക്കറിയത്തില്ലല്ലോ ഇവിടെ മനസ്സിലിരിക്കും ഇവിടെ ആര് ഇവിടെ പിന്നെ ഇവരുടെ നോട്ടം കൊണ്ട് നമുക്ക് ചില നോട്ടം കൊണ്ട് ചിലവന്മാരെ നോക്കിക്കോണം ദിവസം പിന്നെ ഇവരുടെ നോട്ടം ശരിയല്ലെന്നുള്ളത് മനസ്സിലാവും ചിലവന്മാരെ കേട്ടോ ഞാനൊക്കെയാണെങ്കിൽ വലക്കിട്ട പേരിട്ടാൻ കഴിച്ചിടും അങ്ങനെയുള്ളവരെ പേടിക്കണ്ട ഈ ഭയങ്കര എന്താ പറയുന്നത് മനസ്സിനുള്ളിൽ വെച്ചിങ്ങനെ ഭയങ്കര ചിലക്ക് നല്ല ശീലം കാണിക്കുന്നവരുണ്ടല്ലോ ശരിക്കും മൂതുപള്ളികളവന്മാര് ഈ പുറത്ത് കടമിടാൻ ഇങ്ങനെ പറയുന്നവരുണ്ട് ഇതിലർത്ഥമൊന്നുമില്ല അവരെ എല്ലാം പറയും അങ്ങനെയുള്ളവരാ അറിയാമോ നിനക്കത് എന്താ ഈ ഒന്നുമില്ലാത്ത ഉപ്പുമില്ലേ ഉപ്പും എല്ലാം കൂടെ രാത്രി മാത്രം ഉപ്പും അച്ഛൻ്റെ ഇപ്പൊ അച്ഛനും ഉണ്ട് അമ്മയാണെങ്കിൽ ഉള്ളത് അമ്മ ഇതിലുണ്ട് ഉപ്പും പകരെല്ലാം ഇതിലുണ്ട് വിറ്റിട്ടില്ല ഞാനൊരു കാര്യം കേട്ടില്ല നിന്നോട് ഞാന് ഡിവോഴ്സ് നടന്നത് 2018 ആ പെങ്ങളുടെ വീട്ടിൽ എനിക്ക് പോകുന്നതാണ് 2000 എന്നിട്ട് വീട്ടിലിരിക്കാതെ ചന്ദ്രമോഹൻ എന്ന് പറയുന്ന ഒരു സാറിനെ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി അങ്ങേലേക്ക് മാസം ആദ്യം 10,000 രൂപ പിന്നെ ആഴ്ചയിലാഴ്ച 2,000 രൂപ മാനം മര്യാദയ്ക്ക് ഞാൻ അവിടെ നിന്നോണ്ടിരുന്നതാണ് നിന്നോട് പറയാനാണെങ്കിൽ അത് ഇവർ കലക്കി എന്നിട്ട് നമ്മള് ഞായറാഴ്ച വെള്ളിയാഴ്ച എന്ന് പറയുന്ന ദിവസം തുടങ്ങിയ വീട്ടിൽ തിങ്കളാഴ്ച രാവിലെ വീട്ടിൽ പോകുന്നത് അപ്പം ഈ 2,000 രൂപ എനിക്ക് ആഴ്ച കിട്ടിയല്ലോ അത് പിടിച്ചു പഠിക്കാനായിട്ട് സുമേഷ് പറയുന്നോ എന്റെ വീട്ടിൽ വന്നിരിക്കും നിങ്ങൾക്ക് അറിയാവോ നമുക്കതൊന്നും നിനക്കറിയാമോ ഈ കാശൊക്കെ കൊടുക്കുന്ന രീതിയായിരുന്നു എനിക്കുള്ളത് നിനക്കറിയില്ലയോ അങ്ങനെ ഇപ്പോഴാണ് നമ്മുടെ ജീവിതം പഠിച്ചത് ഇപ്പൊ ഓരോ വണ്ടിക്ക് വാങ്ങി കൊടുക്കത്തില്ല പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ചെലവിന് 30,000 രൂപ ഇപ്പൊ 35,000 രൂപ അയച്ചെന്നാൽ കാരണം എന്നെ ഇവന്മാർക്ക് പല പല ഉദ്ദേശങ്ങളായി ഇവിടെ ഒത്തിരി ഇവന്മാര് മുതൽ കണ്ണികളാണ് പല പല നമ്മുടെ ജോബ് ലോസ് ഇൻഷുറൻസ്